ഫ്രണ്ട്സ്, വിവിധ പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്കായിട്ടുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട്. 11,000-ന് മുകളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് മലയാളത്തിലേക്ക് എക്സാം എഴുതാം. നമ്മുടെ വീടിന് സമീപത്തുള്ള വിവിധ ബാങ്കുകളിലൊക്കെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതായത് ഈ പറയുന്ന ബാങ്കുകൾ: ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ പറയുന്ന ബാങ്കുകളിലേക്കായിട്ടാണ് വിവിധ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഓരോ ബാങ്കിനും വിവിധ ബ്രാഞ്ചുകൾ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലും വേക്കൻസി ഉണ്ട് നിശ്ചിതമായിട്ടുള്ള. അപ്പോൾ കേരളത്തിലെ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കാം. മലയാളത്തിൽ എക്സാം എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ബേസിക് പേ എന്ന് പറയുന്നത് 24,50 മുതൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 64,480 വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആനുവൽ ഇൻക്രിമെൻ്റ് അടക്കമാണ്. അപ്പോൾ നമുക്കൊരു 34 മുകളിലേക്കായിട്ട് നമുക്ക് കയ്യിൽ സാലറി കിട്ടുന്ന രീതിയിൽ DA മറ്റു തുടങ്ങിയിട്ട് മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഏത് കാറ്റഗറിയിലെ ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. 11,000 മുകളിൽ വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇത്തരം അപ്ഡേഷനൊക്കെ മറന്നു പോകും, നിങ്ങൾ വരുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് കാണാവുന്ന രീതിയിലുള്ള വീഡിയോസാണ്. കാരണം ഓൾറെഡി നമുക്ക് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ISROയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ മെമ്പേഴ്സ് ഓൺലി ചെയ്തിട്ടുണ്ട്. പിന്നെ ISROയുടെ മറ്റു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രികളൊക്കെ അപ്ലൈ ആവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ കേരളത്തിൽ എയർപോർട്ട് ജോലി, അതുപോലെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ നോട്ടിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ പറയുന്ന മെമ്പേഴ്സ് ഓൺലി ആയിട്ടും ഒട്ടനവധി വീഡിയോസ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഇതാണ് നിങ്ങൾക്കൂടെ കാണാം, കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. IBPS ആണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. CRP നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അതായത് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് CRP എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് ആയിട്ട് വരുന്ന CRP CSA എന്ന് പറയുന്നത് 16 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ഇയറിലും അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് CSA പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 2027-28 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് August 1 മുതൽ നിങ്ങൾക്ക് August 21 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 21 August ആണ്. അതോടൊപ്പം തന്നെ അപേക്ഷാ ഫീ ഉണ്ട് ഇതിലേക്ക്. അപേക്ഷാ ഫീയുടെ ഡേറ്റും സെയിം ഡേറ്റ് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ നിങ്ങൾക്ക് തെറ്റുകൾ വരാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായാലും മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലോസിംഗ് ഡേറ്റ് 21/8/2026 കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ വരാതെ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് അത് വെബ്സൈറ്റിൽ അത് അറിയിക്കുന്നുള്ളതാണ്. പിന്നെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് ഈ പറയുന്ന പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് SC ST അതുപോലെ മൈനോറിറ്റി OBC ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക്, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്താണ് അതിൻ്റെ ഒരു പരിശീലനം കൊടുക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ 2026 അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വേണമെന്നുള്ളത് നിങ്ങൾ കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത്, സെലക്ഷൻ സ്കീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാമും ഉണ്ട്, മെയിൻ എക്സാമും ഉണ്ട്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു കോൾ ലെറ്റർ നമുക്ക് വരുന്നത് ഏകദേശം സെപ്റ്റംബറിലായിരിക്കും. ദെൻ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് നമുക്ക് ഒക്ടോബർ 2026 ഇനി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ട് നവംബറിൽ തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷന് അതായത് പ്രിലിമിനറിയിൽ നിങ്ങൾ സെലക്ട് ആയാൽ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാൽ മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷൻ കോൾ ലെറ്റർ വരുന്നത് നവംബർ 26, മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് ഡിസംബർ 26. അങ്ങനെ നിങ്ങൾ ഇതിൽ സെലക്ട് ആയാലും നിങ്ങൾക്ക് പ്രൊഫഷണലി അലോട്ട്മെൻറ്റ് വരുന്നത് മാർച്ച് 20, 2027 ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളതിൻ്റെ ഡേറ്റ് വൈസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിലേക്ക് എത്ര ടോട്ടൽ നമ്മൾ പറഞ്ഞു 11,000-ന് മുകളിൽ വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ ബാങ്കിൽ ഇത് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്റ്റേറ്റിലെ എക്സാം സെൻറ്ററിലേക്കാണ് നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ടത്. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഒരുപാട് എക്സാം സെൻറ്റർ ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ കർണാടക അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഉദ്യോഗാർത്ഥി കേട്ടോ. കർണാടക അപ്ലൈ ചെയ്യുന്നവർക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റേറ്റ് വൈസ് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം.
പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1/8/2026 കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം 28 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 1/8/2026 മാക്സിമം നിങ്ങൾക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല. മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കുകയും വേണം. അപ്പോൾ ഏജിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ GOCL എജുലാൻഡ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. GOCL എജുലാൻഡിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് കാണിക്കാം GOCL എജുലാൻഡ് എന്നുള്ളത്, അല്ലെങ്കിൽ GOCL എജുലാൻഡ് ഈസി ടൂൾ എന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പം നമ്മുടെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, GOCL എജുലാൻഡ് എന്ന് സെർച്ച് ചെയ്താൽ പേജ് ലോഡായി വരാൻ ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിലേക്ക് തന്നെ പോകാം, നോട്ടിഫിക്കേഷനിലേക്ക് വരാൻ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, ദെൻ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥിയാണെങ്കിൽ 10 വർഷം, പിന്നെ എക്സ് സർവീസ്മാൻ, വിഡോസ്, ഡിവോഴ്സ്ഡ് വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ OBC NCL ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളുടെ പേജിൽ ഓടായി വന്നിട്ട് ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഇതാ ഈസി ടൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ഈസി ടൂൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഏജിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൂൾ ഇവിടെ ലോഡായി വരും. യെസ്, ഇതാണ് നമ്മുടെ ടൂളിൽ. ഇവിടെ കുറേ ടൂളുകളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഫസ്റ്റ് കാണാം, SSLCയുടെ പെർസെൻറ്റേജ് അറിയാൻ കാണാം, ഫോട്ടോ എഡിറ്റ് എന്നിട്ട് ഓപ്ഷൻ ഉണ്ട്, ഫോട്ടോ നിങ്ങൾക്ക് റീസൈസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് PSCയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നെയിമും ഡേറ്റും ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടേ ഫോട്ടോയിൽ, അതിനുള്ള ടൂളാണിത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏജ് കാൽക്കുലേറ്റർ എന്നുള്ള യൂസ് ടൂൾ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ യൂസ് ടൂൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏജ് കാൽക്കുലേറ്റർ ഓപ്പൺ ആയി വരും കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഏജിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേയ്സ് ആയി എന്നൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ലോഡിങ് നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ ഓപ്പൺ ആയി വന്നു. ഓക്കെ, ഇതാണ് ഏജ് കാൽക്കുലേറ്റർ. ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കണ്ടോ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളത് നമ്മൾ നോട്ടിഫിക്കേഷനിലെ ഡേറ്റ് ഇല്ലേ, നോട്ടിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ ഏത് ഇതിലേക്കാണ് നമ്മുടെ ഏജ് കണക്കാക്കുന്നത് വെച്ചാൽ ഇതാ 1/8/2026 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 1/8/2026 എന്ന് ഇവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ഏജ് എന്ന് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കും നിങ്ങൾക്ക് എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേയ്സ് ആയെന്ന് കാണിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. ഇനി നമ്മളിവിടെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ കാര്യങ്ങൾ കിട്ടുള്ളൂ. ക്രിമിനൽ കാൻഡിഡേറ്റ്സിനെ ജനറൽ രീതിയിലാണ് പരിഗണിക്കുക കേട്ടോ, അവർക്ക് റിസർവേഷനോ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സിന് അവരുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത് 1/4/2026 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷം, അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരെ 1/4/2026 മുതൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വരെയാണ്. അതിൻ്റെ ഇടയിൽ എപ്പോൾ എടുത്ത സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. 1/4/2026 മുൻപ് എടുത്ത സർട്ടിഫിക്കറ്റ് അത് വാലിഡ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. AWS ആണെങ്കിൽ അവർ ഈ പറയുന്ന 2025-26 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അത് വാലിഡ് ആയിട്ടുള്ള 2026-27 വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ AWS കാൻഡിഡേറ്റ്സ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് എന്നുള്ള രീതിയിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് അറ്റ്ലീസ്റ്റ് നമ്മുടെ തഹസിൽദാരെങ്കിലും ഇഷ്യൂ ചെയ്തതായിരിക്കണം, നമുക്ക് വില്ലേജ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് തരുന്നത് പറ്റില്ല, പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഇനി അതിലേക്കാണ്. ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് ഓൾറെഡി നമുക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ കാണാം എ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ഓക്കെ, ഏതെങ്കിലും വിഷയത്തിൽ ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് BA, BCom, BSc, ഇനി BE or BTech, ഇനി അത് BBA തുടങ്ങി ഏതെങ്കിലും ജസ്റ്റ് എന്താണ് നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലേക്കാണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഉണ്ടാവും, അത് നമുക്ക് പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. പ്രൊഫിഷ്യൻ്റ് എന്നുള്ള മീനിങ് അതായത് റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും അതുപോലെ ഒരാൾ സംസാരിച്ച് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളതായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് എനിക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് തെളിയിക്കുന്നതിനായിട്ടൊരു ഈ ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവില്ല, നമ്മൾ അതിന് റിലാക്സേഷൻ ഉണ്ട്, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കാരണം എന്താണ് തമിഴ്നാട്ടിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തമിഴ് ഈ പറയുന്ന രീതിയിൽ റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്.
ഇനി കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം ഒന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കണ്ട് നിങ്ങളിവിടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണമെന്നില്ല, നിർബന്ധമില്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെക്കാം. ഇനി അതില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. നിങ്ങൾ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലെവലിൽ നിങ്ങൾ ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമ്മളെല്ലാവരും കേരള സ്റ്റേറ്റ് ബോർഡൊക്കെ ആണെങ്കിൽ നമുക്ക് IT ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ IT നിങ്ങൾക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ 10th IT പഠിച്ചിട്ടുണ്ടല്ലോ, ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഈ പറയുന്ന 10th നമ്മൾ പഠിച്ചതുകൊണ്ട്, ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് വേറെ എന്ത് വേണ്ട, നമുക്കൊരു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വേണ്ട. അത് മതി നമുക്ക് പ്രൂഫായിട്ട്. ഓക്കെ. ഇനി അങ്ങനെ പഠിച്ചിട്ടില്ലാത്തവർ എന്ത് വേണം, അവർക്കൊരു പ്രൂഫായിട്ടൊന്നെങ്കിൽ അവർ കോളേജ് ലെവലിലെങ്കിലും പഠിച്ചിരിക്കണം. അതല്ലെങ്കിൽ അവർ +2 ലെവൽ, ഇപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചവർക്ക് വേറൊരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അത് മതി. ഏതെങ്കിലും ഒരു ലെവലിൽ, ഒന്നെങ്കിൽ ഹൈസ്കൂൾ ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ, ഹയർ സെക്കൻഡറി ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ ലെവൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചിരിക്കാമെന്നേ ഉള്ളൂ. അത് നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 10th എന്ത് ചെയ്യുന്നുണ്ട്, അത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് മതി. വേറെ മറ്റു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ വേണ്ട. ഇനി +2 നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചവരാണെങ്കിൽ അവർക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. ഇനി ഡിഗ്രിയിൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഈ പറയുന്ന IT എന്തെങ്കിലുമൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മതി, വേറെ ഒന്നും വേണ്ടതില്ല. ഇനി അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്താണ് പ്രൂഫായിട്ട് ഇതിന് വെക്കാം, ഇപ്പോൾ കമ്പ്യൂട്ടർ ലിറ്ററസിയുടെ. ഓക്കെ. അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ഉണ്ടായിരിക്കണം. ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾ ചോദിക്കണം. ഇനി അടുത്തത് നമുക്കിതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. ഇപ്പം SC/ST അതുപോലെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ, PWBD അതുപോലെ എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന 175 രൂപ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ. എന്നാൽ ബാക്കിയുള്ള ഇതിൽ പെടാത്ത മറ്റുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 880 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇതിലേക്ക് സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രക്ചർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാമിനേഷനാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്. അപ്പോൾ ഇതിന് പറ്റിയ ബുക്കുകളൊക്കെ ഞാനിവിടെ പ്രൊഡക്റ്റിൽ ഇടാം, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കും വെയിറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മെയിൻ എക്സാമിനേഷനാണ്. മെയിനിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജനറൽ ഓർ ഫൈനാൻഷ്യൽ അവയർനെസ് 40 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, ഈ സ്റ്റാർ എന്ന് കാണുന്നത് ഇതൊക്കെ നമുക്ക് മലയാളത്തിൽ നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷ് ഒഴികെ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇംഗ്ലീഷ് തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അത് അല്ലാത്ത ബാക്കിയെല്ലാം നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് ഏതാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാമെന്നുള്ളതാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് പറയുന്ന ക്വസ്റ്റ്യനും മാർക്കോ വരുന്നത് 160 ക്വസ്റ്റ്യൻ 200 മാർക്കാണ് വരിക. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ സെലക്ഷൻ മെത്തേഡ്. പിന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, ഹിന്ദി അവൈലബിൾ ആണ്, മലയാളം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ മീഡിയം ഏതാ വേണ്ടി വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഈവൻ നമ്മൾ മലയാളം ചൂസ് ചെയ്താലും നമുക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. പിന്നെ അതുപോലെ ഇനി തമിഴ്നാട് അല്ലെങ്കിൽ കർണാടകയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് എന്താണ് ലാംഗ്വേജ് മാറി, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴാണ് വരിക. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. മീഡിയം ഓഫ് എക്സാമിനേഷൻ ആണത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ലോക്കൽ ലാംഗ്വേജിൻ്റെ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാകും. അത് എല്ലാവർക്കും ഉണ്ടാവില്ല. 10th അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ +2 ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10th നമ്മൾ മലയാളം പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ. ലാംഗ്വേജ് ആയിട്ട് നമ്മൾ മലയാളം പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജിൻ്റെ ടെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് പഠിക്കാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമോ എന്തുണ്ടായിരിക്കും, അതായത് ബാങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ആ ഒരു പ്രൊഫഷൻസി ടെസ്റ്റ്, ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതല്ലാത്തവർക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല. അതായത് 10th അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിഗ്രിയിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ ലാംഗ്വേജ് മലയാളം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ കാര്യമാണെങ്കിൽ മലയാളം, ഇനി തമിഴ്നാടാണെങ്കിൽ തമിഴ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഈ പറയുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടാവില്ല. ബാക്കി ഇത് പഠിക്കാതെ ഈ ലാംഗ്വേജ് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ആ ഒരു വാക്കൻസിയിലേക്കുള്ള എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടുത്തെ ലാംഗ്വേജ് നമ്മുടെ എന്താ പറയുക സ്കൂൾ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പറയുന്ന ഡിഗ്രി ലെവലിലോ എവിടെയും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ പറയുന്ന ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. എഴുതാനും വായിക്കാനും അറിയോ എന്നുള്ള സംഭവം ചെക്ക് ചെയ്യലാണ്. എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷന്, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റുകൾ കാര്യങ്ങളൊക്കെ SC/ST OBC അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് വേണ്ടി വരും. ഓക്കെ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ലൈവായിട്ടൊരു ഫോട്ടോ നമ്മൾ വെബ് ക്യാമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതും അപ്ലോഡ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്.
പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലൊക്കെയുള്ള വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ബാങ്കിനാണ് ഏതൊക്കെ വേക്കൻസികളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേക്കൻസി നോക്കാം. കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏതൊക്കെ ബാങ്കിൻ്റെ വേക്കൻസികളാണെന്ന് കാണാം. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ 35, പിന്നെ ഇവിടെ 00 എന്നുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലവിൽ വേക്കൻസി ഇല്ല. നിലവിൽ വേക്കൻസി ഇല്ലാച്ച വേക്കൻസി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും കൂടാനും കുറയാനൊക്കെ സാധ്യത ഉണ്ടാകാൻ. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 20 വേക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ കനറ ബാങ്കിൽ 5 വേക്കൻസിയാണ് കാണിക്കുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 33, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആകെ 108 വേക്കൻസിയെ നമുക്ക് കേരളത്തിലുള്ളൂ. ഇനി വേക്കൻസി കൂടാനും ഇപ്പോൾ NR എന്നുള്ളത് ഇപ്പോൾ നിലവിൽ വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വേക്കൻസിയൊക്കെ ഇനി നമുക്ക് പിന്നീട് വരാമെന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ലക്ഷദ്വീപിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൂടുതൽ ആകെ 11 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് എക്സാം സെൻറ്റർ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിലിമിനറി ആണെങ്കിലും മെയിൻ ആണെങ്കിലും അതിൻ്റെ എക്സാം സെൻറ്റർ നോക്കാം. നമുക്ക് ഇതിൽ കാണാം. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ ഈ ജില്ലകളിലൊക്കെ ആയിട്ട് നമുക്ക് എക്സാം ഉണ്ട്. ഇത്രയും ജില്ലകളിൽ പ്രിലിമിനറി മെയിൻ എക്സാമിനേഷൻ ഇത്രയും ജില്ലകളിലായിട്ട് മെയിൻ എക്സാമിനേഷനും ഉണ്ട്. ഓക്കെ, അതുപോലെ ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തിയാണ് എക്സാം സെൻറ്റർ ഉള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേറ്റ് വൈസ് ലോക്കൽ ലാംഗ്വേജ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കേരളത്തിലാണെങ്കിൽ നമുക്ക് മലയാളമാണല്ലോ അതാ. ഓക്കെ, പിന്നെ അതുപോലെ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് നിന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഫോട്ടോഗ്രാഫിൻ്റെ ഡയമെൻഷൻ, പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നമുക്ക് അപ്ലോഡ് ചെയ്യണം. ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നല്ലത്. ലൈറ്റ് കളർ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ചുകൂടെ നല്ലതാണ്. ഡയമെൻഷൻ 200 × 250, പിന്നെ 20 to 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ആ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ അഡീഷൻ ടു ദ എബോവ് ഫോട്ടോഗ്രാഫ് കാൻഡിഡേറ്റ് വിൽ ഓൾസോ ബി റിക്വയർഡ് ടു ക്യാപ്ചർ എന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അത് വെബ് ക്യാം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളറായിരിക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കുറച്ചുകൂടെ നല്ലതാണ്. ആവശ്യത്തിന് ലൈറ്റും വേണം എന്നുള്ളതാണ്. വെളിച്ചുണ്ടായിരിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് വെബ് ക്യാമോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ക്യാമറയോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ പാസ്പോർട്ട് സൈസ് എന്നുള്ള രീതിയിൽ തന്നെ ഡയമെൻഷൻ ആയിരിക്കണം. അത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മുടെ ഫേസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കളേർഡ് ഗ്ലാസസ്, സൺ ഗ്ലാസസ് സ്മോൾ സൈസ് ഒന്നും ആയി പോകരുത്. അതുപോലെ ഷാഡോ ഒന്നും വരരുത്. ഓക്കെ, അപ്പോൾ ഡാർക്ക് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൊന്നും എടുക്കരുത് ഫോട്ടോ എന്നുള്ളതാണ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് പാൻ കൊണ്ടാണ് വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യേണ്ടത്. 150 × 60, 10 to 20 KB ഡയമെൻഷൻ. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പറിൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ പതിപ്പിക്കണം. എന്നിട്ട് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. 250 × 250 ഡയമെൻഷൻ ഉണ്ടായിരിക്കണം. 20 to 50 KB ഫയൽ സൈസ്. പിന്നെ ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഉണ്ട്. ഡിക്ലറേഷൻ്റെ മാതൃക ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം. ഈ റെഡ് ഗ്രീനിഷ് കളറിൽ കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കാണാം. ഇവിടെ നിങ്ങളുടെ പേര് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇയർ ബൈ ഡിക്ലെയർ ഇതേപോലെ തന്നെ എഴുതാം. വേറെ മാറ്റങ്ങളൊന്നും വരുത്തരുത്. ക്യാപിറ്റൽ ലെറ്ററിലൊന്നും എഴുതരുത്. ഇതുപോലെ തന്നെ എഴുതാം നിങ്ങൾ. എന്നിട്ട് സ്കാൻ ചെയ്ത് 800 × 400 പിക്സലിലേക്ക് മാറ്റിയിട്ട് 50 to 100 KB ഇതൊക്കെ നമ്മൾ ചെയ്ത് അപ്ലൈ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇതിലേക്ക് SC/ST OBCൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതിലുണ്ട്. അതേ സെയിം മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മളോട് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ നിങ്ങൾ മാക്സിമം നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് GOCL എജുലാൻഡും ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ആവുന്നിട്ടുള്ള അവിടെ ഞാൻ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഈ ഒരു പേജിലേക്കാണ് വരിക. നമ്മുടെ ഈ പേജിൽ വന്നാൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. സ്ക്രോൾ ഡൗൺ ചെയ്താൽ കണ്ടോ, ഇവിടെ എനിക്ക് ഓരോ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. കോളമായിട്ട് ഇവിടെ കാണാം. ലേറ്റസ്റ്റ് ജോബ്സ് പറഞ്ഞിട്ട് കാണാം. കേരള ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതിലൊക്കെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ കാണാം. അപ്പോൾ IBPS ക്ലർക്ക് റിക്രൂട്ട്മെൻറ്റ് ഇത് ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്. ഇൻ കേസ് ഇപ്പോൾ ഞാൻ വേറെ പോസ്റ്റ് ആഡ് ചെയ്യുമ്പം ഇത് താഴേക്ക് വരും. അപ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് ഏറ്റവും താഴേക്ക് വന്നാൽ അതിൽ 1, 2, 3, 4, 5 പോസ്റ്റ് മാത്രമേ ഇതിൽ ലിസ്റ്റ് ആവുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യണം നിങ്ങൾ. അപ്പോൾ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ആ മുകളിൽ ടോപ്പിൽ ഈ പറയുന്ന നമ്മുടെ പോസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരും. ലേറ്റസ്റ്റ് ജോബ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. താഴോട്ട് ഇങ്ങനെ ഒരു ഓർഡറിൽ തന്നെയാണ് കാണിക്കുക. എന്നിട്ട് സെക്കൻഡ് പേജിലേക്ക് പോയാൽ മതി. സെക്കൻഡ് പേജിൽ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ തേർഡിൽ പോവുക. നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നു. ഇന്ന് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ഇതിൽ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ്. ഇനി അതല്ല 2, 3, 4 ദിവസം കഴിയുന്നതനുസരിച്ച് താഴേക്ക് പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് IBPS ക്ലർക്ക് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേജ് ലോഡായി വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുക കേട്ടോ. വിളിച്ചാൽ കിട്ടില്ല, ഇവിടെ മെസ്സേജ് അയക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് IBPS ക്ലർക്ക് 11,403 വേക്കൻസി എന്നിട്ട് കാണാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും താഴേക്ക് നിങ്ങൾ വരാം. ഏറ്റവും താഴേക്ക് വന്നാൽ കണ്ടോ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ IBPSൻ്റെ പോർട്ടൽ ഓപ്പൺ ആയി വരും. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലാണ്. ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ലോഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ അവിടെ കാണാൻ പറ്റും കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതന്നെയാണോ വന്നിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കണ്ടോ, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും ക്ലോസിംഗ് ഡേറ്റൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് നോക്കുക നിങ്ങൾ. ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കിത് മറ്റ് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഫറൻസ് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ളതാണ് സെക്കൻഡ് ബട്ടൺ. അപ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇത്രയും സ്റ്റെപ്സാണ് നമുക്ക്. ബേസിക് ഇൻഫർമേഷൻ ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ അത് വെരിഫൈ ചെയ്യുക, പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ ഡീറ്റെയിൽസ് മറ്റു നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്, പിന്നെ പ്രിവ്യൂ, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണം, തമ്പ് ഇംപ്രഷനും മറ്റു ഡിക്ലറേഷനൊക്കെ അപ്ലോഡ് ചെയ്യണം, പിന്നെ ലാസ്റ്റ് പേയ്മെൻറ്റ്. ഇത്രയും സ്റ്റേജസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഇതൊക്കെ അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ബേസിക് ഡീറ്റെയിൽസ് എടുത്ത് ഇവിടെ വെരിഫൈ ചെയ്യുക. മൊബൈൽ നമ്പർ മെയിൽ ID ഒക്കെ കൊടുക്കുക. വെരിഫൈ ചെയ്ത് സേവ് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.